ഹായ് ഗൈസ്. സോ സെയിം എലമെൻറ്റ് നമ്മുടെ ഡോമിൽ 2 തവണ ഇൻസർട്ട് ചെയ്യാൻ ട്രൈ ചെയ്താൽ അത് കോപ്പി ആകുന്നില്ല, അത് മൂവ് ആകുന്നുള്ളൂ അല്ലേ. സോ നമുക്കൊരു റിക്വയർമെൻറ്റ് വരും, ചിലപ്പോൾ നമുക്ക് കോപ്പി ചെയ്യണം എന്നുള്ളത്, അല്ലെങ്കിൽ ഡ്യൂപ്ലിക്കേറ്റ് എലമെൻറ്റ് നമുക്ക് വേണം എന്നുള്ളത് വരും. സോ അതെങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റുമെന്ന് വെച്ചാൽ അതിൽ ഡോമിലൊരു മെത്തേഡ് ഉണ്ട്, അതാണ് ക്ലോൺ മെത്തേഡ്. ഇത് എവറി ഡോം നോഡിലെ ഒബ്ജക്റ്റിലും അവൈലബിൾ ആണ് ഈ മെത്തേഡ്. സോ ക്ലോൺ നോഡ് എന്ന് പറഞ്ഞാൽ എലമെൻറ്റ് കോപ്പി ചെയ്യാനുള്ള മെത്തേഡാണ്. നമ്മുടെ കേസിൽ നമുക്ക് ന്യൂ LI ഓൾറെഡി ഉണ്ടല്ലേ. സോ അത് നമുക്ക് ക്ലോൺ ചെയ്യാം ആ മെത്തേഡ്. സോ നമ്മുടെ കേസുകളിൽ നമ്മൾ ന്യൂ LI എന്ന് പറഞ്ഞ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ ഐറ്റം 5 ഇതിട്ടുണ്ട്. സോ നമുക്ക് ആദ്യം ഇത് ക്ലോൺ ചെയ്യാം. അപ്പോൾ ഞാനിത് ക്ലോൺ ചെയ്യുന്നത് കോൺസ്റ്റ് ഫസ്റ്റ് ന്യൂ LI2 എന്ന് പറഞ്ഞ് കൊടുക്കാം, ഈക്വൽ ടു ന്യൂ LI ഡോട്ട് ക്ലോൺ നോഡ്. ഓക്കെ, സോ ഇതാണ് മെത്തേഡ്. ഇതെന്ത് ചെയ്യും എന്ന് വെച്ച് കഴിഞ്ഞാൽ ന്യൂ LIനെ ക്ലോൺ ചെയ്ത് ഒരു ബ്രാൻഡ് ന്യൂ എലമെൻറ്റ് റിട്ടേൺ ചെയ്യും. അതാണ്. സോ ന്യൂ LI2ൽ ആ ന്യൂ ഒബ്ജക്റ്റ് ഉണ്ടാവും. സോ സെയിം റെഫറൻസ് അല്ല, പുതിയൊരു ഒബ്ജക്റ്റ് തന്നെയായിരിക്കും, നോട്ട് ദി സെയിം റെഫറൻസ്. അത് നിങ്ങൾ ആലോചിക്കണം. ക്ലോൺ ചെയ്യുമ്പോൾ റെഫറൻസ് അല്ല കോപ്പി ആവുന്നത്, പുതിയൊരു ഒബ്ജക്റ്റ് തന്നെയാണ് കോപ്പി ആവുന്നത്. ഇനി നമുക്ക് നോക്കാം, ഇതിൽ ഒരു കുറച്ച് ഡിഫറൻസ് ഉണ്ട്, ഡീപ്പ് ക്ലോണും ഷാലോ ക്ലോണും ഉള്ളത്. സോ ക്ലോൺ നോഡിൽ ഒരു ഓപ്ഷണൽ ആർഗ്യുമെൻ്റ് ഇവിടെ പാരാമീറ്റർ ഉണ്ട്, ബൂളിയനായിട്ട്. നമുക്ക് ഇവിടെ വേണമെങ്കിൽ ഫോൾസ് എഴുതാം അല്ലെങ്കിൽ ട്രൂ എഴുതാം. ഇത് ബൂളിയനാണ്. ഓക്കെ, സോ 2 ആർഗ്യുമെൻറ്റ് നമുക്ക് ഓപ്ഷൻസ് ചെയ്യാൻ ഉണ്ട് ഇവിടെ, ഫോൾസും ട്രൂ ഉണ്ട്. ഡീഫോൾട്ടായിട്ട് ഫോൾസ് ആയിരിക്കും, എന്ന് വെച്ചാൽ ഷാലോ ക്ലോൺ ആയിരിക്കും. ട്രൂ എന്ന് പറഞ്ഞാൽ ഡീപ്പ് ക്ലോൺ ആയിരിക്കും. ഓക്കെ, സോ എന്താണ് ഈ ഡീഫോൾട്ട് ഫോൾസ് എന്ന് വെച്ചാൽ ഷാലോ ക്ലോൺ എന്താണെന്നുള്ളത്? ഇത് ക്ലോൺ ചെയ്യുന്നത് ഓൺലി ദി എലമെൻറ്റ്, ആ എലമെൻറ്റ് മാത്രമേ ക്ലോൺ ചെയ്യുള്ളൂ. ഇപ്പോൾ ആ എലമെൻറ്റിൻ്റെ ഉള്ളിൽ അകത്ത് കുറേ നെസ്റ്റഡ് എലമെൻറ്റ്സ് ഉണ്ടെന്ന് വിചാരിക്കുക. സോ അതൊന്നും കോപ്പി ആവില്ല. ഒരു എക്സാമ്പിൾ പറയുന്നത് നമ്മുടെ LIയുടെ ഉള്ളിൽ സ്പാൻ ഉണ്ട്, സ്പാനിൻ്റെ ഉള്ളിൽ ഡിവ് ഉണ്ടെന്നൊക്കെ വിചാരിക്കുക. സോ അങ്ങനെ ഫോൾസ് കൊടുക്കുകയാണെങ്കിൽ ആ LI മാത്രം ക്ലോൺ ആവും, ഇൻസൈഡിലെ സ്പാനും ഡിവും അതൊന്നും കോപ്പി ആകില്ല. ഓക്കെ, സോ ക്ലോണിനോട് ട്രൂ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഡീപ്പ് ക്ലോൺ ആണ്. ഇതെന്ന് വെച്ചാൽ എലമെൻറ്റ് ക്ലോൺ ചെയ്യും, അതിൻ്റെ ഉള്ളിലെ ചൈൽഡ് എലമെൻറ്റ്സ് ക്ലോൺ ചെയ്യും, അതിൻ്റെ ഉള്ളിലെ ഡിസെൻഡൻസ് ക്ലോൺ ചെയ്യും. സോ ഫുൾ സ്ട്രക്ചർ തന്നെ കോപ്പി ചെയ്യും, ആക്ച്വലി ക്ലോൺ ചെയ്യും അല്ലെങ്കിൽ കോപ്പി ചെയ്യുന്നറിയാം ക്ലോൺ നോഡിൽ. ഓക്കെ, സോ പ്രാക്ടിക്കൽ എക്സാമ്പിൾ നമ്മൾ ഇത് മാത്രമേ കൊടുക്കുന്നുള്ളൂ. ഇപ്പോൾ തൽക്കാലം ഞാൻ വേണമെങ്കിൽ നമുക്ക് ട്രൂ എടുത്ത് കൊടുക്കാം നമ്മുടെ എക്സാമ്പിളിൽ. ഓക്കെ, ഇനി ഇപ്പോൾ നമുക്ക് ന്യൂ LI2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു LI കിട്ടിയിട്ടുണ്ട്, ഐറ്റം 5 എന്ന് പറഞ്ഞിട്ടുണ്ട്, അത് ക്ലോൺ ചെയ്ത് വന്നിട്ടുണ്ട്. ഓക്കെ, സോ നമ്മുടെ കേസിൽ LI1 എന്ന് പറഞ്ഞ ഒറിജിനലാണ്, LI2 എന്ന് ഫസ്റ്റ് ന്യൂ LI എന്ന് പറഞ്ഞാൽ ന്യൂ LI എന്ന് പറഞ്ഞാൽ ഒറിജിനലാണ്, ന്യൂ LI2 എന്ന് പറഞ്ഞാൽ കോപ്പീഡ് വണ്ണാണ്. ഇപ്പോൾ നമ്മൾ ക്ലോൺ ചെയ്തെടുത്ത് കോപ്പീഡ് വണ്ണാണ്. ഇനി ലിസ്റ്റിലേക്ക് ഇത് ആഡ് ചെയ്യാം. അപ്പോൾ ഞാൻ ഒരു കാര്യം ചെയ്യാം, ലിസ്റ്റ് ഡോട്ട് അപ്പെൻഡ്. സോ അപ്പൻ്റെ മൾട്ടിപ്പിൾ ആർഗ്യുമെൻറ്റ്സ് എടുക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ന്യൂ LI ആദ്യം കൊടുത്തിട്ട് ന്യൂ LI2 എന്ന് കൊടുക്കും. ന്യൂ LI2. ഓക്കെ, സോ ഒന്ന് ശ്രദ്ധിക്കണം, ഇവിടെ ഐറ്റം 5 ആണ് ആദ്യം കിടക്കുന്നത്, ന്യൂ LI ഇവിടെ ആദ്യം കിടക്കുന്നത്. ഓക്കെ, സോ ഇതിൻ്റെ റൺ ചെയ്ത ഔട്ട്പുട്ട് എന്താവും എന്ന് വെച്ചാൽ നമുക്ക് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റർ അടിച്ചാൽ ഇപ്പോൾ ഐറ്റം 5 നമ്മൾ മുകളിലത്തെ ഐറ്റം 5 എടുത്തിട്ട് താഴേക്ക് വന്നു. കാരണം ന്യൂ LI ഓൾറെഡി ഡോമിലുണ്ടെങ്കിൽ അത് അപ്പൻ ചെയ്തപ്പോൾ അത് മൂവ് ആണ് ചെയ്തിരുന്നത്. സോ അത് അവസാനത്തിലേക്ക് വരും. പിന്നെ ന്യൂ LI2 ബ്രാൻഡ് ന്യൂ ക്ലോൺ ആണല്ലോ, അതും അവസാനത്തിലേക്ക് തന്നെ ആഡ് ആവുന്നുണ്ട്. സോ എൻഡിൽ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഐറ്റം 5 2 കാണാൻ പറ്റും. അതുകൊണ്ടാണ് നമുക്ക് 2 ഐറ്റം 5 ഇവിടെ കാണാൻ പറ്റുന്നത്. ഓക്കെ, സോ സംടൈംസ് നിങ്ങൾക്ക് സംശയം ഉണ്ടാവും ക്ലോൺ എന്തിനാണ് യൂസ്ഫുൾ ആവുന്നതെന്നുള്ളത്. എക്സിസ്റ്റിംഗ് എലമെൻറ്റ്, സെയിം ക്ലാസ്സസ്, സ്റ്റൈൽസ്, ആട്രിബ്യൂട്ട്സ്, ഡാറ്റ സെറ്റ്സ്, ഇന്നർ സ്ട്രക്ചർ ഇതൊക്കെ കോപ്പി ചെയ്ത് ന്യൂ പ്ലേസിൽ ഇൻസർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് നമുക്ക് എന്ന് വെച്ചാൽ റീക്രിയേറ്റ് ചെയ്ത് റീകോൺഫിഗർ ചെയ്യേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ക്ലോൺ ചെയ്താൽ മതി, എന്നിട്ടത് ഇൻസർട്ട് ചെയ്താൽ മതി. സോ ഇവിടെ നമുക്ക് ടൈം കുറേ സേവ് ചെയ്യാൻ പറ്റും ഇങ്ങനെ യൂസ് ചെയ്യുകയാണെങ്കിൽ, ക്ലോൺ യൂസ് ചെയ്യണമെങ്കിൽ. ഓക്കെ, സോ മൂവ് ഹാപ്പൻസ് വെൻ യു ഇൻസർട്ട് ദി സെയിം എലമെൻറ്റ് അഗെയിൻ. ഒരേ എലമെൻറ്റ് തന്നെ നിങ്ങൾ പിന്നെയും ഇൻസർട്ട് ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ അത് മൂവ് ചെയ്യുള്ളൂ. കോപ്പി വേണമെങ്കിൽ നമ്മൾ ക്ലോൺ നോഡ് എന്നുള്ള മെത്തേഡ് യൂസ് ചെയ്തിട്ട് വേണം ചെയ്യാനായിട്ട്. സോ ക്ലോൺ നോഡിൽ 2 ആർഗ്യുമെൻ്റ് ഓപ്ഷനുണ്ട്, 2 ബൂളിയൻ്റെ ഒരു ആർഗ്യുമെൻ്റ് ഓപ്ഷൻ ഉണ്ട് ക്ലോൺ നോഡിൽ. ട്രൂ എന്ന് പറഞ്ഞാൽ ഡീപ്പ് ക്ലോൺ ചെയ്യും, മൊത്തത്തിൽ ക്ലോൺ ചെയ്യും, സ്ട്രക്ചറിൻ്റെ ഉള്ളിലത്തെ എലമെൻറ്റിൻ്റെ ഉള്ളിലത്തെ എല്ലാ എലമെൻറ്റ്സും നെസ്റ്റഡ് എലമെൻറ്റ്സൊക്കെ ക്ലോൺ ചെയ്യും. ഫോൾസ് എന്ന് പറഞ്ഞാൽ ഷാലോ ക്ലോൺ ആണ്, ആ പെർട്ടിക്കുലർ എലമെൻറ്റ് മാത്രമേ ക്ലോൺ ചെയ്യുള്ളൂ. ഓക്കെ, സോ ഇന്നത്തെ ക്ലാസ് ഞാൻ ഇവിടെ വെച്ച് റാപ്പപ്പ് ചെയ്യാണ്. നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. താങ്ക്സ് എ ലോട്ട്, ബൈ.